അമ്മ എവിടെ? ആരാ അത്? ഞാനാ അമ്മേ. എൻ്റെ ശബ്ദം കേട്ടേരെ മനസ്സിലാവുന്ന വിചാരിച്ച്. ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കൂന്നും വിചാരിച്ച്. ഏത്, ഈ കാല് വയ്യാത്ത ഞാനോ? അതിന് നിനക്കതൊക്കെ ഓർമ്മ വേണ്ടല്ലേ? ആ എന്നാമ്മേ, അങ്ങനെയൊരു വർത്താനോ. 1 മാസമായി എൻ്റെ കാലിന് സുഖമില്ല. നീ ഇതുവരെ ഒന്ന് വന്നോക്കിയോ? അത് വിട് അമ്മ, ആകെ അങ്ങ് ഉണങ്ങി ക്ഷീണിച്ചല്ലോ. ഓളൊന്നും തിന്നാൻ തരത്തൊന്നുമില്ലേ? എടുത്തോള്. കുറെ നേരം ആയല്ലോ, കാണുന്നില്ലല്ലോ. ആ നിമ്മിയാ, ഞാൻ അളക്കുന്നേന് നീ വന്ന ഞാൻ കണ്ടില്ല. കാണൂല, അല്ലെങ്കിൽ നിനക്ക് ഇവിടെയൊന്നല്ലല്ലോ ശ്രദ്ധ. നോക്ക് എൻ്റെ അമ്മേൻ്റെ കോലം, ആകെ വാടി ഉണങ്ങി കരിഞ്ഞ് കരിമത്തി പോലെയായി. നീ അമ്മക്ക് ചോറ് കൊടുത്താ? കൊടുത്തു കാണൂല, എനിക്കറിയാ. സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, അപ്പൊ അത്രക്കല്ലേ ഉണ്ടാവും. നീ പറഞ്ഞ ശരിയാ, ഓള് നോക്കുന്നൊന്നും ശരിയില്ല. ഞാനിനി നിൽക്കാൻ പോകുന്നത് നിന്റെ കൂടെയാ. എൻ്റെ അടുത്താ? അതെന്താ, പറ്റൂലേ മോളെ? പറ്റാണ്ടെന്താ? പക്ഷെ ഇപ്പൊ ശരിയാവില്ല, അമ്മേൻ്റെ കാലിന് സുഖമില്ലല്ലോ. അപ്പോൾ എനിക്ക് വയ്യാണ്ടായ നീ എന്നെ നോക്കൂലേ? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരുന്നൊന്നുമില്ല. നിന്റെ പ്രതികരണം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. നീയെല്ലാം പറയുന്ന കേട്ടിട്ട് ഇത്രയും കാലം എന്നെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഇവരെ ഞാൻ തള്ളിപ്പറഞ്ഞു. ഞാനൊന്ന് വേണ്ടി വന്നു എൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടാവൂന്ന് മനസ്സിലാക്കേ. അമ്മ മതിയടി, വിരുന്നുകാരെ പോലെ വന്നിട്ട് കഥയും പറഞ്ഞിട്ട് പോന്ന നിന്നെയല്ലാന്ന് ഇത്രയും കാലം ഞാൻ വാനോളം പുകഴ്ത്തിയെ. രാത്രിയും പകലെന്നില്ലാണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെ ഞാൻ മനസ്സിലാക്കാണ്ട് പോയി. വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ നൊട്ടും നുണമ്പും പറയാൻ നിൽക്കാണ്ട് ഭക്ഷണവും കഴിച്ചിട്ട് പോവാൻ നോക്ക്.